ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരുന്നേവാ പുന്നാരം പുന്നാരം കൂറുമ്പുറങ്ങുമി കുരുന്നു ചുണ്ടത്തെ മണിപ്പതക്കം താ അമ്മാനം അമ്മാനം കുഞ്ഞിക്കുളിരമ്പിളിയേ ചെല്ലച്ചെറുക്കുമ്പിളിലെ മമ്മമ്മമുണ്ട് മിന്നാരം കണ്ട് മിന്നാമിന്നിയായി വാ വാവോ. ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പൊ ഇന്ന് നമ്മളൊരു എൻഗേജ്മെന്റിന് പോകുന്നുണ്ട്. ഒന്നല്ല 2 എൻഗേജ്മെന്റ് ഉണ്ട്. ഇരുന്ന് വ്ലോഗ് എടുക്കുന്ന എന്താന്ന് വെച്ചാൽ നിന്നുകൊണ്ട് എടുത്തിട്ട് എനിക്ക് അത്ര കംഫർട്ട് ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇരുന്നിപ്പോൾ ഒരു ഇൻട്രോ എടുക്കുന്നത്. ഫുഡൊക്കെ എല്ലാം റെഡിയായി. അച്ഛൻ വരുന്നില്ല, അതുകൊണ്ട് അച്ഛനുള്ള ഫുഡെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫാമിലി, ഞാനും ചേട്ടനും മക്കളും എല്ലാം റെഡി ആയിട്ട് പോകണം. 2 എൻഗേജ്മെന്റ് ഉള്ളത് കൊണ്ട് ഒരിടത്ത് ചേട്ടന് ഒരിടത്ത് ഞാനും പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്നെ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ചേട്ടൻ തിരിച്ചു വരും. അപ്പൊ നമുക്കിനി റെഡി ആകുന്ന ഒരു വ്ളോഗാണ്. ഞാൻ ഒരുപാട് ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ചെയ്യാൻ ഇതുവരെ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി ചെയ്യുമോന്ന് അറിയത്തില്ല. ബിക്കോസ് ഞാൻ അങ്ങനെ ഒരുപാട് ബ്യൂട്ടി പ്രോഡക്ട്സ് ഒന്നും ഉപയോഗിക്കാറില്ല. ജസ്റ്റ് ലിപ്സ്റ്റിക്, ഐലൈനർ ഇത്രയൊക്കെ ഉള്ളു. അങ്ങനെ ക്രീംസ് ഒന്നും ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. നേരത്തെ ഒലയുടെ ക്രീമൊക്കെ യൂസ് ചെയ്യുന്നു. ഇപ്പം ഒലയുടെ ക്രീം കുറച്ച് വൈറ്റ് കാസ്റ്റ് കൂടുതൽ, അതുകൊണ്ട് ഞാനതൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഞാൻ ഇനി റെഡി ആവുന്ന ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര കോമഡി ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്ന് കണ്ടിട്ടോ. എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം. പക്ഷെ അത് അതിന് മുന്നേ ഒരാളത് എൻ്റെ അടുത്തൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ നോട്ടോ ഒക്കെ കണ്ടോ? സംഭവം എന്താന്ന് വെച്ചാൽ ക്യാമറ ഓണാക്കി വെക്കുമ്പോൾ ഒരുങ്ങാൻ ഒരു മടിയുണ്ട്. ക്യാമറ ഇല്ലെങ്കിൽ നമ്മളൊരു മേക്കപ്പ് ബോക്സും പുള്ളിക്കാരിയും കൂടെ ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയാൽ നല്ല സൂപ്പറായിട്ട് ഒരുങ്ങും. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതെന്ന് മനസ്സിലായതിൻ്റെ ഒരു എക്സ്പ്രഷൻ ചേഞ്ചാണ് നിങ്ങളെ മുഖത്തൊക്കെ കാണുന്നത്. പിന്നെ ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്, കാരണം ഞാൻ ഈ ബോക്സ് അങ്ങനെ എപ്പോഴും കൊടുക്കാറില്ല. ഞാൻ റെഡി ആവുന്നേരം മാത്രമേ പുള്ളിക്കാരുടെ കയ്യിൽ അത് കിട്ടത്തുള്ളൂ. നമ്മൾ സ്വന്തമായിട്ട് റെഡി ആവുന്ന ഒരു ധൃതിയിലായിരിക്കുമല്ലോ. ആദ്യം ലിപ്സ്റ്റിക് ഒക്കെ എടുത്തിട്ടുണ്ട്. അത് എക്സ്പ്രഷൻ ഒക്കെ കണ്ടു, നമ്മുടെ മണിച്ചേട്ടൻ സിനിമയിലൊക്കെ ഇടുന്ന പോലത്തെ ഒരു എക്സ്പ്രഷൻ. ലിപ്സ്റ്റിക് ഇട്ടു. എല്ലാം കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒന്നും ഓവറായിട്ട് ഇടത്തില്ല. അതാ കഴിഞ്ഞു. ഇനി അത് വെച്ചു. ഇനി അടുത്തത് ഐലൈനർ, ലിപ്സ്റ്റിക് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് എന്തൊക്കെയോ നോക്കുന്നുണ്ട് അതിൽ സംഭവം. കാരണം ഈ ബോക്സ് അങ്ങനെ എപ്പോഴും കിട്ടുന്നില്ലല്ലോ. എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ അതിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്നാണ് പുള്ളിക്കാരി ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, ബഡ്സ് കിട്ടി. ഇത് സംഭവം എന്ന് വെച്ചാൽ ബഡ്സും കൊണ്ട് എന്തോ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാണ്. പുതിയതായിട്ടൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് എന്താ ഇരിക്കുകയാണ് കേട്ടോ. പുള്ളിക്കാരി സാധാരണ എക്സ്പെരിമെന്റ് ഒക്കെ എൻ്റെ മുഖത്താണ് ഇടുന്നത്. ഇപ്പം ബഡ്സ് അതിലിട്ടിട്ട് ആളെ എണ്ണിക്കാൻ റെഡിയാവും. അപ്പൊ അത് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. എനിക്ക് എൻ്റെ ഹാർട്ട് തന്നെ ഇപ്പൊ ബ്ലോക്ക് ആയി കാണും. ബിക്കോസ് എൻ്റെ ഒരുങ്ങുന്ന സാധനം, എൻ്റെ ഐലൈനർ എല്ലാം കുളവാക്കുമല്ലോ എന്ന് ഓർക്കുമ്പോൾ പിന്നെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒന്നും പറയുന്നില്ലെന്നേ ഉള്ളത്. അവിടെ പാറു ഇരിപ്പുണ്ട്. പാറുവിന് ഇടാൻ വേണ്ടി എണ്ണീറ്റാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വേണ്ട, മോള് തന്നെ ഇട്, ക്യാമറ നോക്കിയിട്ട് ഇടുന്നു. അതേ കുത്തി, അടിപൊളി. ഇത്ര മനോഹരമായി ആർക്ക് പൊട്ടിടാൻ കഴിയും. ഇനി അടുത്തത് എൻ്റെ ഗെറ്റ് റെഡി. മിറർ ആക്ച്വലി ഇങ്ങനല്ല കേട്ടോ, ഇങ്ങനാണ്. പക്ഷെ ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇവിടാണ് ലൈറ്റ് പോകും. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഒരുങ്ങിയാൽ കറക്റ്റ് ആ മുഖത്തോട്ട് നമുക്ക് ലൈറ്റ് കിട്ടത്തുള്ളൂ, കറക്റ്റ് ആയിട്ട് റെഡി ആവുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിറർ ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കുന്നത്. ഓക്കെ, എൻ്റെ അലമാരിയുടെ അകവും നിങ്ങൾ കാണാൻ എവിടെയെങ്കിലും പോകാൻ റെഡി ആകുമ്പോൾ മൊത്തം വലിച്ചു വാരിയാണ് ഇടുന്നത്. ഓക്കെ, നമുക്ക് ഒരുങ്ങാം. ഇതാണ് നമ്മുടെ വൈറൽ ലിപ്സ്റ്റിക് ഇല്ലേ, DL C025.
അതുകൊണ്ട് തീരാതായി കേട്ടോ. കുറച്ച് നാളായി വാങ്ങിച്ചിട്ട്. ഞാൻ കുറച്ച് ദിവസം മുന്നേ 52 ഷെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെന്റെ സ്നേഹനിധിയായ സഹോദരി അടിച്ചുകൊണ്ട് പോയി. അവളുടെ അടുത്ത് ഞാൻ വാങ്ങിക്കാൻ പറയുമ്പോൾ അവൾ വാങ്ങിക്കത്തില്ല. പക്ഷെ ഞാൻ എന്ത് സാധനം വാങ്ങിച്ചാലും അവൾക്ക് ഇഷ്ടപ്പെടും, അടിച്ചോണ്ട് പോകും. ഞാൻ പറഞ്ഞു നിനക്ക് വാങ്ങിക്കാൻ പറ്റും, നീ വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഇപ്പൊ പറയുക ചേച്ചി വാങ്ങിച്ചിട്ട് തരുമ്പോ അതിന് പ്രത്യേക സ്നേഹവും സന്തോഷമൊക്കെയാണ്. അങ്ങനെ എന്റെ ലിപ്സ്റ്റിക് അടിച്ചോണ്ട് പോയിട്ടുണ്ട്. ഞാൻ ഇരുവച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചാൽ പുതിയ ലിപ്സ്റ്റിക് അങ്ങനെ ഞാൻ അങ്ങനെ അധികം വിട്ട് നിൽക്കുമ്പോഴൊന്നും ഇടത്തില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ ഇടും കേട്ടോ. ഇതാണ് പൊട്ട തൊട്ടിട്ടുണ്ട് നോക്ക്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൈ ഫേവറേറ്റ് വൺ. എവിടെ പോയാലും ഇത് മാത്രമേ തോന്നുള്ളൂ. எப்படி இருக்கு? நல்லா இருக்கா? ரொம்ப நல்லா இருக்கா? നിങ്ങൾ കണ്ടിട്ട് പറയണം. ഈ ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക്കിന് ഒരു പ്രോബ്ലം ഉണ്ട്. സംതിങ് എന്താന്ന് വെച്ചാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ലിപ്സ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അപ്പൊ ഞാൻ എന്താണ്ട് ഈ ഒരു ലിപ് ബാം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ശേഷ ആയുർവേദയുടെ കുങ്കുമാതി ലിപ് ബാം. ഇത് ഞാൻ വാങ്ങിച്ചിട്ട്, സോറി, ഇത് താഴെ വന്നിട്ട് എടുക്കാൻ മുന്നെയാണേ. ഇതൊന്നും ഞാൻ കട്ട് ചെയ്യത്തില്ല കേട്ടോ. ഈ താഴോട്ട് കുനിയുന്നു ഇത് കാണാൻ രസമല്ലേ. ഇത് ഞാൻ ഇതിൻ്റെ കൂടെ ഇടും. ഇല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പം ലിപ്സ് എല്ലാം ഭയങ്കരമായിട്ട് ഡ്രൈ ആയി. എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ ഇത് 700 സംതിങ് ആണിരുന്നത്. കുറച്ച് നാളായിട്ട് ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുഖത്തധികം ക്രീമൊന്നും അധികമല്ല ഒരു ക്രീം. നേരത്തെ ഒലയുടെ ക്രീം ആയിരുന്നു. എൻ്റെ ഷാലു എനിക്ക് റെക്കമെൻഡ് ചെയ്തായിരുന്നു ഒലയുടെ ക്രീം. കുറേ നാളായിട്ട് ഞാൻ അതായിരുന്നു ഉപയോഗിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒലയുടെ ക്രീമിൽ കുറച്ച് വൈറ്റ് കാസ്റ്റ് കൂടുതലാണ്. എനിക്ക് ഭയങ്കര ഈ പുട്ടി അടിച്ച് പൊളിക്കും വൈറ്റ് കളർ. അതുകൊണ്ട് ഞാൻ ആ ഒലയുടെ ക്രീം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. ഒന്നും തേക്കാറില്ല. മുഖത്തൊക്കെ തന്നെ മുഖത്തൊന്നും ഇല്ല, ഇത്രേ ഉള്ളൂ. ലിപ്സ്റ്റിക് ആയി വീണു. അതെവിടെയെങ്കിലും പോകുമ്പോൾ ഇത് ചേട്ടന് മസ്റ്റാണ്. ഞാൻ മറന്നു പോയാലും എന്നെ ഓർക്കും, സിന്ദൂരം എവിടെ എന്ന് എന്നോട് ചോദിക്കും. സിന്ദൂരം എവിടെ? ആക്ച്വലി ഇങ്ങനെ റെഡി ആവാം, പക്ഷെ എനിക്ക് മിററാണ് കംഫർട്ടബിൾ. എൻ്റെ കണ്ണിനൊക്കെ നല്ല ക്ഷീണമുണ്ട്. പക്ഷെ എന്തായാലും കുറച്ച് ദിവസമായിട്ട് കണ്ണൊക്കെ ഭയങ്കര, എൻ്റെ വീഡിയോസ് എൻ്റെ ഫോട്ടോസ് എനിക്ക് കാണുമ്പോൾ എൻ്റെ കണ്ണ് എന്നെ ചത്തിരിക്കുന്നു. കണ്ണിനൊരു ജീവനില്ല. നേരത്തെ എനിക്ക് എൻ്റെ കണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ കണ്ണിനൊരു മറ്റാരുടെയോ കണ്ണെടുത്ത് എൻ്റെ ഫേസിൽ ഫിറ്റ് ചെയ്ത പോലാണ് ഇരിക്കുന്നത്. എന്തോ ഒരു കണ്ണിനെന്തോ ഒരു, എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല, കണ്ണിനൊരു മാറ്റം, കണ്ണിനൊരു ജീവനില്ലാത്തത്. അതുകൊണ്ടാണ് എന്നെ താഴെ എഴുതാൻ എന്നിട്ട് പറയാൻ, മുകളിലും താഴെ എഴുതുമ്പോൾ നാഗവല്ലിയെ പോലെ ഇരിക്കും. ഒന്നെങ്കിൽ നീ മുകളിൽ മാത്രം എഴുതുക, അല്ലെങ്കിൽ നീ താഴെ മാത്രം എഴുതുമെന്നാണ് പറയുന്നത്. പക്ഷെ എന്തായാലും ഞാൻ മുകളിലും താഴെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എങ്ങനെ ഇറങ്ങിപ്പോയാലും എൻ്റെ മുകളിൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ വലിച്ചു. പിന്നെ കരഞ്ഞ് ബഹളം വെച്ച് എന്തെയും മേക്കപ്പ് എല്ലാം കുറച്ച് നേരത്തേക്ക് ലാസ്റ്റ് ചെയ്തില്ല. എന്നാലും പോകുമ്പോൾ നമ്മൾ ചെത്തി പോകണമല്ലോ. ഇനി ബാക്കി നമുക്ക് വണ്ടിയിൽ കയറാം, നേരം കാണാം. ഓക്കെ. ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ നേരത്തെ ഇട്ട ഡ്രസ്സ് അല്ലല്ലോ. അതെനിക്ക് അങ്ങോട്ട് സൂക്കാഞ്ഞോട്ട് ഞാൻ ഈ ഡ്രസ്സ് എടുത്തിട്ട് ഇൻവിസിബിളിന്റെ നെക്ചെയിനും ഒരു ജുംക്കായും ഒക്കെ ഇട്ട് നിങ്ങളെ കാണിക്കുന്ന പട്ടശാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഡ്രസ്സാണ് ഇപ്പൊ കൂടുതൽ എവിടെ പോയാലും ഇടുന്നത്. എനിക്കങ്ങനെ ചുരിദാർ കുറവാണ് കേട്ടോ. അപ്പൊ ഇതിട്ട ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ട് ആ പട്ടിഷോ നിർത്തിയിട്ട് പിന്നെ ഞാൻ നേരത്തെ ഇട്ട ഡ്രസ്സിലേക്ക് തന്നെ പോയി. ഇനിയിപ്പോ എൻഗേജ്മെന്റ് വ്ലോഗാണ് ഇത്. ആക്ച്വലി എനിക്ക് അടുത്തുനിന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു. എൻ്റെ ഫോണിന് ചെറിയൊരു കംപ്ലൈന്റ് ഉള്ളത് കൊണ്ട് എനിക്കതിന് സാധിച്ചില്ല. എൻ്റെ ഫോൺ പൊട്ടി പോയി ഗായ്സ്. എൻ്റെ മക്കൾ എൻ്റെ ഫോൺ പൊട്ടിച്ച് എന്നെ സഹായിച്ചു ഗായ്സ്. എന്തായാലും ഞാൻ ഉടനെ ഒരു ഫോൺ വാങ്ങിക്കത്തില്ല. ഈ ഫോണിൽ തന്നെ വീഡിയോ എടുക്കും. അതെൻ്റെ ഒരു വാശിയാണ്.
അങ്ങനത്തെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ മോളെ എടുത്തോണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ വണ്ടിയിൽ കയറിയിട്ടൊക്കെ വ്ലോഗ് എടുക്കണമെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ കൊച്ചു കുട്ടികളുള്ളവർക്ക് അറിയില്ല, നമുക്ക് ഇവരെ എടുത്തോണ്ട് ഈ വീഡിയോ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും എടുത്തു തരാൻ വേണം. ഇപ്പൊ അതും ഇല്ല. എൻ്റെ അമ്മയുടെ ഒക്കെ വീഡിയോ എടുക്കാൻ പറഞ്ഞ അമ്മയ്ക്ക് ഭയങ്കര ഫോൺ കൊണ്ടു നടക്കാൻ തന്നെ ഭയങ്കര മടിയാണ്. പിന്നെ വീഡിയോ കൂടെ എടുത്തു തരാൻ പറഞ്ഞ നല്ല രസമായിരിക്കും. അതിപ്പോ എൻഗേജ്മെന്റ് നടക്കുമ്പോൾ നമ്മൾ കുറച്ച് ബാക്കിലോട്ട് മാറിയിരിക്കണം. കാരണം എൻ്റെ മോളെ ആള് കൂടുന്നിടത്ത് ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരി എപ്പോഴും ബഹളം വയ്ക്കും. അപ്പൊ ഞാൻ വഴക്കിടാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ എൻ്റെ നേരെ ഒന്ന് തിരിച്ചിട്ടുണ്ട്. ഇതാ നോക്കാൻ പറഞ്ഞ പുറയിക്കുന്ന എൻ്റെ മാതാശ്രീയാണ്. എൻ്റെ മാതാശ്രീ അങ്ങനെ വീഡിയോയ്ക്കൊന്നും വരാറില്ല. ഇന്നലെ എൻ്റെ പുറകെ ഇപ്പുണ്ട്. പുള്ളിക്കാരി അറിഞ്ഞില്ല ഞാൻ ആ വീഡിയോ എടുക്കുന്ന കാര്യം. ഞാൻ എൻ്റെ മോളെ ഒന്ന് സോപ്പിടാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ്. ഇനി അത് കഴിഞ്ഞപ്പോൾ അടുത്തതാ എൻ്റെ മോള് സ്റ്റേജിൽ കയറുന്ന പെർഫോമൻസ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്താന്ന് വെച്ചാൽ സ്റ്റേജ് കണ്ട പുള്ളിക്കാരിക്ക് അപ്പൊ കയറി ഡാൻസ് കളിക്കുന്നത്. ഇപ്പൊ പാട്ടൊന്നും ഇട്ടിട്ടില്ലല്ലോ, അതിന്റെ ഒരു കൺഫ്യൂഷനാണ് നിങ്ങൾ ആ മുഖത്ത് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ ഇങ്ങനെ ബ്ലിങ്കസ്യാന്നും പറഞ്ഞിരിക്കുന്നത്, എന്ത് ചെയ്യണം. പിന്നെ മെയിൻ സംഭവം എന്താന്ന് വെച്ചാൽ ആക്ച്വലി അവിടെ എൻഗേജ്മെന്റ് ഫുഡിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞ ആളുകൾ ഒരു 90% ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരും ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള തോട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും പിന്നെ ഇത്രയും കൊച്ചു കൊച്ചിന്റെ മനസ്സിൽ എന്തുവാന്ന്, നമ്മളല്ലേ അവിടെ വളർത്തുന്നത്, അപ്പൊ നമുക്കറിയാലോ അവരുടെ മൈൻഡ് സെറ്റ് എന്തുവാന്ന്. പുള്ളിക്കാരിക്ക് സ്റ്റേജിൽ കയറുമ്പോൾ ആരെങ്കിലും ഒക്കെ നോക്കണം, ഡാൻസ് കളിക്കണം. അപ്പൊ ഇത്രയൊക്കെ വീഡിയോസ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളൂ. ഇനി വരും വീഡിയോസ് ഞാൻ നല്ലപോലെ അടിപൊളിയായിട്ട് എടുക്കാനും നിങ്ങളെ കാണിക്കാനും ശ്രമിക്കാം. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.